السلام عليكم ورحمة الله وبركاته. ولا تحسبن الذين قتلوا في سبيل الله أموات بل أحياء عند ربهم يرزقون. நீங்க அல்லாஹ்வுட தெருவில் யுத்தாக்கிட்டு மறிச்சவரை நீங்க பேரிக்கண்டா அங்க மறிச்சிராரண்டி பேரிக்கண்ட அம்மாத்துன் பல் அஹ்யாவுன் அங்க ஹயாத்துள்ளங்க இந்த ரப்பியும் அல்லாட ரப்பிண்ட பக்கல் அங்க ஹயாத்துள்ளங்க இந்த ரப்பியும் உருசக்கூன் அல்லாட பக்கல் அங்க ரிசுக்கு നൽകപ്പെട്ടിട്ടുണ്ട് ഭക്ഷണമല്ല തിന്നറാറ് ഫുഡ് തിന്നറാറ് അപ്പോൾ അങ്ങ് ഹയാത്തുള്ളാറുണ്ട്. പരിശുദ്ധമായ ഖുർആനായിട്ട് இதுக்கு സാക്ഷി. അപ്പോൾ അള്ളാഹുടെ എല്ലാ ശുഹദാകൾ അള്ളാഹുടെ ദീനിക്ക് വേണ്ടിയിട്ട് യുദ്ധാക്കിയങ്ങ് എല്ലാവരും ഹയാത്തിക്കിടങ്ങ. പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ യുദ്ധാക്കളായിട്ട് ബദ്രീങ്ങ. ബദ്ർ യുദ്ധ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40ാമത്തെ വർഷത്തിലായിട്ട് അള്ളാഹു നബിയാക്കരെ. 53ാമത്തെ വർഷത്തിലായിട്ട് മക്ക പൊട്ട് മദീനത്ത് പോണ്ടേ. 13 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തിക്കിട്. ആ 13 വർഷം ഇസ്ലാം പ്രബോധനാക്കുമ്പോൾ കുറേ നബിയും സ്വഹാബാക്കറാം പീഡനങ്ങൾ സഹിക്കേണ്ടി വണ്ട്. നബിയുടെ സ്വഹാബിങ്ങ മക്കാച്ചൊല്ലെ ಬಿಟ್ಟುಟ್ಟು ദൂരത്തെ ആഫ്രിക്കത്തെ ഇഥിയോപ്യച്ചൊല്ലെ റായത്ത് അങ്ങ് ഹിജറ പോണ്ടി ಬಂತು. ലാസ്റ്റിಗೆ മക്കാലത്തെಲ್ಲ ಶಾಂತಾയിരുണ്ടാರು. ഒരു ഗ്യാസ് ഉദ്ദിക്കിട്ടിട്ട് അങ്ങ് തിരിച്ചിട്ട് ಬಂದು നോക്കുമ്പോൾ 302 അക്രമ ಯಾರಾಯ್ತು. ലാസ്റ്റിಗೆ അങ്ങ് ആറായം ಬಿಟ್ಟುಟ್ಟು മദീനത്ത് പോണ്ടി ಬಂತು. മക്ക യോർത്തുള്ളു ചെന്നെങ്കിൽ ഇസ്ലാം പ്രബോധനാക്കറ പേരിൽ അങ്ങക്ക് 3 വർഷം അങ്ങനെ ബഹിഷ്കാരാക്കിയാറ്. ആ ടൈമിൽ അങ്ങ് ഗുഡ്ഡൽ തെച്ചിട്ട് ഷേബു അബി താലിബ് ഒരു ഗുഡ്ഡൽ ഒരു മലഞ്ചെറുവിൽ തെച്ചിട്ട് സ്വഹാബാക്രം അവിടെ അങ്ങ് ജീവിക്കേണ്ടി വന്നത്. അങ്ങ് യോർത്തോട് ചെന്നെങ്കിൽ അങ്ങ് ഇല തിന്നിട്ട് ജീവിക്കേണ്ടി വന്നത്. അതേപോലെ അങ്ങനെ കാഷ്ടസാന ഈ മറ്റേ പശുവെല്ലാം കാഷ്ടിക്കര കാഷ്ട പോലെ ആയിട്ട്. കാരണം ആ നിലക്ക് അങ്ങനെ ഫുഡ് ഇല തിന്നത് കൊണ്ടിട്ടു അങ്ങ് വേറെന്ത് ഫുഡ് കിട്ടിയില്ലാണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമായതിൻ്റെ പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹു നെഞ്ചിങ് കല്ല് വെച്ചിട്ട് അതേപോലെ സ്വഹാബാക്കരമെ കെട്ടിയിട്ട് അടിച്ചാറ്. പല നിലക്കും പരീക്ഷണ പ്രയാസ കൊടുത്താറ്. ലാസ്റ്റ് അങ്ങലെ സ്വന്തം സ്വತ್ತು ಜಾಗ ಆಗ ಎಲ್ಲ ಬಿಟ್ಟುಟ್ಟು ಫ್ಯಾಮಿಲಿ ಎಲ್ಲ ಬಿಟ್ಟುಟ್ಟು എത്രമാ ആയിരക്കണക്കിൽ എത്രമാ ദൂരമില്ല ഒരു മദീനത്തുക്ക് അങ്ങ് യാത്ര പോയാറ്. അപ്പോൾ ഞാൻ ചൊന്നുകൊണ്ടുള്ള ഇത്ര ഈ ടൈമിൽ സാധന അങ്ങ് അള്ളാഹു യുദ്ധத்துக்கு പെർമിഷൻ കൊടുത്തില്ലാണ്ട്. ഈ 13 വർഷം എല്ലാനത്തെ പീഡനം അനുഭവിച്ചിട്ടെങ്കു അങ്ങ് ചെമ്മപ്പെട്ട നബി റൊട്ടിയെ അങ്ങ് യുദ്ധാക്കു അനുമതി കേട്ടിട്ടും നബിത്തങ്ങ അനുവാദം കൊടുത്തിട്ടില്ല. കാരണം അള്ളാഹു പെർമിഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ നബിത്തങ്ങ നബിയും സഹാബാക്രാം ಎಲ್ಲ ರಾಯೆಲ್ಲ ಬಿಟ್ಟುಟ್ಟು നബിയുടെ 53ാമത്തെ വർഷത്തിൽ മക്ക ചെല്ല റായ ಬಿಟ್ಟು മദീനത്തുക്ക് പോയിട്ട്. മദീനത്ത് പോയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു പരിശുദ്ധമായ ഒരു വർഷം കഴിഞ്ഞിട്ടാൽ പിന്നായിട്ട് അതായത് ടോട്ടൽ നബിയായിട്ട് 14 വർഷം യുദ്ധத்துக்கு 14 വർഷം കഴിഞ്ഞിട്ടായിട്ട് അള്ളാഹു പെർമിഷൻ കൊടുക്കൂരേ. ആ 14 വർഷമായിട്ട് പോയിട്ട് പെർമിഷൻ കൊടുക്കൂരേ. ആ എന്തെ ചെന്നെങ്കിൽ അവിടേക്ക് സാധനങ്ങ ഇസ്ലാമിയുടെ ശത്രുങ്ങ യുദ്ധத்துக்கு ബണ്ടാറ്. അങ്ങനെ നബിയും സഹാബാക്കറും 313 ബദ്ർ മക്കും അതേപോലെ മദീനത്തെ നടുഭാഗത്തുള്ള ഒരു ബദ്ർ ചൊല്ല പ്ലേസിൽ ഒരു യുദ്ധം നടക്കുക. ആ യുദ്ധത്തിൽ ബദ്ർ ചൊല്ല പ്ലേസിൽ യുദ്ധം നടക്കുക. ആ യുദ്ധത്തിൽ 313 അസ്ഹാബുൽ ബദ്രിങ്ങൾ ആയിരക്കണക്കിൽ ശത്രുക്കൾക്ക് എല്ലാവിധ ആയുധങ്ങളെല്ലാം ഇന്ന് അത് നടക്കരെ. പരിശുദ്ധമായ റമലാൻ പൂണേൽ ഒരു ബലിയാസനാലായിട്ടിക്കട്. അങ്ങനെ ആ യുദ്ധത്തിൽ 14 സ്വഹാബിങ്ങ ഷഹീദാവിടാറ്. 70 കാഫിരിങ്ങ കൊല്ലപ്പെടുறாரு. അതിൽ അബൂജഹൽ ഉത്ബത്ത് എല്ലാവരും ഇന്നാറ്. അങ്ങനെ ആ യുദ്ധമാ തണ്ട് അള്ളാഹു ആ യുദ്ധത്തിൽ മലക്കുങ്ങളെ സാധനം ഇറക്കിരാണ്ട്. സ്വഹാബാക്കറാമിനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം കേൾക്കറ്. നബി തങ്ങളോട് കേൾക്കറ്, നിങ്ങളെ സ്വഹാബിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതാണ് കേട്ടപ്പോൾ നബി തങ്ങൾ ചൊന്തു ഏറ്റവും ശ്രേഷ്ഠർ ബദ്രിങ്ങളായിട്ടിക്കറുണ്ട്. അപ്പം നബി തങ്ങളൊട്ടിಗೆ മലക്ക് ജിബ്രീൽ ചൊല്ലു, മലക്കുങ്ങൾ വെച്ചിട്ടും ഏറ്റവും ശ്രേഷ്ഠറ ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കങ്ങായിട്ടിക്കറുണ്ട്. അപ്പം ഈ അത്രയും മഹത്വ ബദ്രീങ്ങൾ കൊണ്ടു അങ്ങാക്കാണ്ട് ത്യാഗ പസ്റ്റോർ യുദ്ധ അണ്ടുമാത്ത യുദ്ധത്തിൽ ജയിച്ചില്ലെങ്കിൽ അണ്ടത്തെ മദീനത്തെ പള്ളിയും അത് ഇസ്ലാമിയുടെ എല്ലവും അങ്ങ് തകർത്തിട്ട് പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഇസ്ലാമിയുടെ സുന്ദരമായ ഒരു സിസ്റ്റമല്ല ചിലപ്പോൾ ഇക്കലാന്ത്. കാരണം അങ്ങണ്ട് ഗന്തിയത് കൊണ്ടായിട്ടിക്കറ്. പിന്നെ ഇവിടെ ഇസ്ലാമിയുടെ നിലനിൽക്കൊരു കാരണം ആ യുദ്ധാക്കിയത് കൊണ്ടായിട്ടിക്കറ്. അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല ബദരികളെ ഹക്ക് ജാബർക്ക ഇതിൽ ബദരി ചൊല്ലൊരു ചെമ്മപ്പാടുണ്ടു. തെല്ലി ആളിന്നിട്ടും അങ്ങക്ക് എന്താക്കിയ വലിയ അങ്ങ് ശത്രുഭാഗത്ത് എല്ലാവിധ ആയുധം എന്ത് അങ്ങ് ആൾമാർ യാരെല്ലാം. അപ്പം ആൾ ബലത്തിലല്ല. കാരണം അങ്ങനെ ഒരു ഈമാൻ്റെയും
ഒരു മണക്കടത്തിൽ ഒരു ഈമാൻ്റെ പവർ കൊണ്ടായിട്ടിക്കറ് അള്ളാഹുടെ സഹായം ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾക്ക് വിജയിക്കുക അവിടെ ചൊല്ലതായിട്ടിക്കറ് ഈ ബദർ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ചൊല്ലുടെ പാടാം. പിന്നെ നെക്സ്റ്റ് ഹുനൈൻ യുദ്ധത്തിൽ കൊണ്ട് നല്ല ആയിരക്കണക്കിൽ 30,000 സ്വഹാബിങ് ഇന്നറിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ് ഒരു അങ്ങനെ മനസ്സിൽ ಬಂತು ഞങ്ങൾക്ക് ആയുധമുണ്ട് ആളുണ്ടല്ലോ ഞങ്ങൾ വിജയിക്കുവാൻ. പക്ഷേ ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു മനസ്സിൽ വന്നത് ഞങ്ങൾക്ക് ഒരു കാരണം ഇತ್ತು സോക്കു കാരണം ആയിട്ടുണ്ട്. പിന്നെ ഉഹുദ് യുദ്ധത്തിലും ചില കാരണത്താൽ സ്റ്റാർട്ടിങ് ഒരു പരാജയത്ത് പിന്നെ പഠിച്ചോണ്ട് വിജയം കൊടുത്താണ്ട് ಅದು ഒരു കാരണം എന്ത് ನೇತೃತ್ವ ಅಂದತ್ತೆ ಸ್ವಹಾಬಾಕರಾಮರೊಟ್ಟೆ ನೆಬಿ ತಂಗ ಚುಂಡು ನೀಂಗ ನಾನು ಚೆಲ್ಲಾಂಡ ನಿಂಗೆ ಕೀಲ್ ಬರತೀರಂಡು ஒரு குட்டடை மேல அங்கே ஒரு பில்லு வாலத்தை விதக்தராയ ആൾമാർ എൽവാരനി പട്ടിന്ത് അങ്ങെന്താക്കിയാറ് അങ്ങനെ കൊറിയാൽ യുദ്ധ വിജയിച്ചിത്തല്ലേ ചെന്നിട്ട് കീൽ ബന്നാറ് കൊറിയാൽ ನೆಬಿ ತಂಗ ಚಂದ್ರಲ್ಲೇ ನಾನು ನಂಗೆ ಚೆನ್ನಪ್ಪ ಮಾತ್ರ ಬರ್ನುಂಟು അപ്പം ನೆಬಿ ತಂಗ ಚೆಲ್ಲಾಂಡಂಗ ಬಂಡ್ಲಾಡಿ ಮೇಲಿಂದಾರೆ അങ്ങനെ ആ ഒരു പലക്കത്തങ്ങ ചിലാൽ മിസ് ഇതാക്കിയത് കൊണ്ട് എന്താണ് പൂർണ്ണ അത് നെബി തങ്ങ ചെന്ന പലക്ക നാ ചെല്ലാണ്ട് പറത്തീരാണ്ട് അതുകൊണ്ട് അങ്ങ് കൊറിയാൽ വന്നത് കൊണ്ട് അവിടെ ഒരു പരാജയം ഉണ്ടായിട്ട് എല്ലുവ സ്വഹാബിങ് അതിലെന്തായിട്ട് രക്തസാക്ഷിയായാറ്. അപ്പോൾ ബദർ യുദ്ധ യന്ത്ര പാടാ ചൊന്നെങ്കിൽ അങ്ങനെ ഒരു കൊറിയാൽ അങ്ങ് പയിച്ചിട്ടിന്നാറ് അങ്ങ് അതേപോലെ നോമ്പുറ ടൈമിലായിട്ടിക്കറ് ആയുധമില്ല എന്ത് എന്നിട്ടും അങ്ങ് വിജയം കിട്ടിത്ത്. കാരണം അള്ളാഹുടെ സഹായം അങ്ങ് ഉള്ളത് കൊണ്ടായിട്ടിക്കറ് അങ്ങനെ ഈമാൻ്റെ കാരണം കൊണ്ടായിട്ടിക്കറ് അങ്ങ് വിജയം കിട്ടിയുണ്ട്. ഇതിലായിട്ടിക്കറ് വലിയൊരു സന്ദേശമായിട്ടിക്കറ് ആ ബദ്രിങ്ങളെ ഞങ്ങൾ നെണപ്പാക്കിടതും അങ്ങനെ പേര് ചൊല്ലതും അങ്ങനെ അങ്ങനെ നല്ല നല്ല ആൾമാരെ നാളിൽ അങ്ങനെ പേരെല്ലാം ചെന്നിട്ടു അങ്ങനെ ചരിത്ര സംഭവം ಎಲ್ಲ ചെന്നിട്ടു ಆದರೆ ಅಂದರೆ ಹಂಡತ್ತ ನಾಲ್ ಸೀರೆನಿ ಕೊಡ್ಕರು ದ್ವಾರ್ಕರನ್ನು ಎಲ್ಲವೂ നല്ല ഒരു കാര്യമായിട്ടിക്കറ് അള്ളാഹു ഞങ്ങളെ എല്ലാ ബദരിങ്ങളെ ഹക്ക് ജാബർക്കും ഞങ്ങളെല്ലാ ഹലാല ഉദ്ദേശം പൂർത്തീകരിക്കട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.